മുറപ്പെണ്ണ് രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 75. കണ്ണേട്ടൻ എന്താടി ഇവിടെ? യൂണിഫോമിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മാധവനെ കണ്ടതും പങ്കുവിന് എന്തുകൊണ്ടോ അപകടം മണത്തു. സഹറിൻ്റെ ഫോണിൽ കൂടിയുള്ള സംസാരവും കണ്ണൻ്റെ ഇങ്ങോട്ടേക്കുള്ള വരവും എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോഴേക്കും പങ്കുവിൻ്റെ കണ്ണുകൾ സംശയത്തോടെ കുറുകി. എന്താ കണ്ണേട്ടാ? അവൻ നേരെ മാധവിൻ്റെ അരികിലേക്ക് നടന്നു. നീ വാ, പറയാം. കണ്ണൻ്റെയും അവൻ്റെ അസിസ്റ്റൻ്റായി വന്നിട്ടുള്ള 2 പോലീസുകാരുടെയും പിന്നാലെ നടക്കുമ്പോൾ ചുമ്മുവിൻ്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു. സഹറിന് എന്തോ അപായം സംഭവിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ അവളിൽ പൊടുന്നനെ ഉണ്ടായി. സാർ, ഇരിക്കണം സാർ. PGയുടെ വലിയ ഹാളിലേക്ക് ചെന്നതും അതിൻ്റെ ഓണറെന്ന് തോന്നിക്കുന്ന ഒരാൾ മാധവിൻ്റെയും കൂട്ടരുടെയും ഭവ്യതയുടെ അകത്തേക്ക് ക്ഷണിച്ചു. നിങ്ങൾ ആരാണ്? മാധവ് സെറ്റിയിലേക്കിരുന്നു കൊണ്ട് മുൻപിൽ നിൽക്കുന്നയാളെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. സർ, എൻ്റെ പേര് രാജൻ. ഇതിൻ്റെ ഓണറാണ്. ഞാനാണ് സാറിനെ ഫോൺ ചെയ്തത്. മാധവിനെ നോക്കി ബഹുമാനത്തോടെ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നയാൾ. അതേസമയം പങ്കുവും ചുമ്മുവും കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. എന്താണ് സംഭവിച്ചത്? എന്നിട്ട് സഹർ എവിടെ? വന്ന ആളുകൾ എങ്ങോട്ടേക്ക് പോയി? മാധവിൻ്റെ മുഴങ്ങുന്ന ശബ്ദം ആ ഹാളിൽ ഉയർന്നു കേട്ടു. അവരപ്പോൾ തന്നെ പോയി സാർ. ഇനിയും വരുമെന്നാണ് പറഞ്ഞത്. ആ കൊച്ചിനെ ശരിക്കും അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞാനിവിടെ ഉണ്ടായിരുന്നത് ഭാഗ്യമായി. മുറിയിൽ നിന്നുള്ള ഒച്ച കേട്ട് ആൻ അങ്ങോട്ടേക്ക് ചെന്നതും വന്നവർ ഓടിപ്പോയിരുന്നു. രാജൻ കാര്യങ്ങളൊക്കെ ഓർത്തു പറഞ്ഞു. അവരെ കണ്ട ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? കണ്ണൻ അവിടെയുള്ള ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വീണ്ടും തിരക്കി. പറ്റും സാർ. അവരൊക്കെ ആ കൊച്ചിൻ്റെ ബന്ധുക്കളാണെന്ന് അറിഞ്ഞേ. അയാൾ മറുപടി പറഞ്ഞു. ആര് പറഞ്ഞു? മാധവിൻ്റെ മുഖത്ത് പതിവിൽ കൂടുതൽ ഗൗരവം നിറഞ്ഞു. സഹർ തന്നെ പറഞ്ഞതാ. അങ്ങോട്ടേക്ക് വന്ന ഒരു പെൺകുട്ടിയോട് സഹറിനെ കൂട്ടിക്കൊണ്ടുവരാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് അയാൾ അറിയാവുന്ന കാര്യങ്ങൾ മാധവിനോട് തുറന്നു പറഞ്ഞു. മറുപടിയായി അവനൊന്ന് മൂളി. പക്ഷേ ഇത് കേട്ടു നിന്ന പങ്കുവിൻ്റെയും ചുമ്മുവിൻ്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നു. സഹറിനെ വയ്യാതാക്കിയെന്നോ? അതോ അവരുടെ ബന്ധുക്കൾ? എന്തിന്? അതും ഇവിടെ വന്ന്? ചിന്തകൾ കാട് കയറിയതും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇനി അവളെക്കുറിച്ച് എന്തൊക്കെയോ അറിയുവാനുണ്ടെന്നുള്ളൊരു തോന്നൽ അവരിൽ ബലപ്പെട്ടു. അപ്പോഴേക്കും സഹറിനെയും കൂട്ടി ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ പൊടുന്നനെ അവർക്ക് നേരെ നീങ്ങി. ചുവന്ന് കയറിയ മുഖം, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. വിതുമ്പൽ അടക്കുവാനായി ചുണ്ടുകൾ രണ്ടും ഉള്ളിലേക്കാക്കി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. തലയെ മൂടിക്കിടന്ന തട്ടം ഊർന്ന് താഴേക്ക് തെന്നി ഇറങ്ങിയപ്പോഴാണ് പെണ്ണിൻ്റെ ഇടത്തെ കവിളിന് മുകളിൽ പതിഞ്ഞു കിടക്കുന്ന പാടുകൾ അവിടെ ഇരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടതും പങ്കുവിന് അവൻ്റെ നെഞ്ചു തകരുന്നത് പോലെ തോന്നി. ഓടിപ്പോയി അവളെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നിപ്പോയി. ഇതുവരെയും പ്രണയം പറഞ്ഞിട്ടില്ല, കൂടെ കൂട്ടാമെന്ന് വാക്കു കൊടുത്തിട്ടില്ല. പക്ഷെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒരിക്കലെപ്പോഴോ മനസ്സിൽ തോന്നിയൊരിഷ്ടം. കൗമാരകാലത്ത് എല്ലാവരിലും ഉണ്ടാവുന്ന ഒരു ക്രഷ്. പിന്നീട് അവൾ തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ അതവിടെ അവസാനിച്ചു എന്ന് കരുതി. പഠനത്തിൻ്റെ തിരക്കിൽ താനും പെട്ടുപോയി. പിന്നീട് ഒരിക്കലും അവളെപ്പറ്റി താൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല. ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് രാഖിയെ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. പക്ഷെ അവൾ ചതിച്ചിട്ട് പോകുന്നത് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇനിയൊരു പ്രണയവും തന്നിൽ ഉണ്ടാവുകയില്ലെന്ന് കരുതിയ നാളുകൾ. ഒരു നാൾ അപ്രതീക്ഷിതമായി ഇവൾ വന്ന് മുൻപിൽ നിന്നപ്പോഴാണ് മനസ്സ് വീണ്ടും സഹറിലേക്ക് ചായാൻ തുടങ്ങി. പണ്ടത്തെ ആ ക്രഷ് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും അത് വേഗത്തിൽ തന്നെ പ്രണയമായി മുളപൊട്ടിയത്. അവളുടെ പോയകാല ജീവിതം കേട്ടപ്പോൾ ജീവിതത്തിൽ ഇനിയൊരു കൂട്ടുണ്ടെങ്കിൽ ഇവൾ മതിയെന്നൊരു തീരുമാനവും എടുത്തു. പക്ഷെ പെണ്ണിനോട് എന്തുകൊണ്ടോ തുറന്നു പറഞ്ഞില്ല. പറയണം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴേക്കും ചുമ്മാ അത് എല്ലാവർക്കും മുൻപിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്താ സഹർ സംഭവിച്ചത്? വന്ന ആളുകൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണോ? അവരെന്തിനാണ് കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്തത്? മാധവിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ അപ്പോഴേക്ക് അവൾക്കരികിൽ ചെന്ന് മൊഴിയെടുക്കാൻ തുടങ്ങിയിരുന്നു. അവൾ പറയുന്നത് കേൾക്കാനായി കാതോർത്തുകൊണ്ട് അവരും നിന്നു. സാർ, ഈ കുട്ടിക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി ഇവിടെ സഹറിനെ നിർത്തിയാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും. അവരെല്ലാം പഠിക്കുന്ന കുട്ടികളാണ് സാർ. ഇപ്പോൾ വന്നവർ ഇനിയും വരില്ലെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. സഹർ മാധവിനറിയാവുന്ന കുട്ടിയാണെന്ന് മനസ്സിലായതും രാജൻ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവനോട് സംസാരിച്ചത്.
അയാൾ ശരിക്കും പറഞ്ഞാൽ വന്നവരെ ഭയപ്പെട്ടിരുന്നു. മാധവ് തൻ്റെ ഒരു ഉത്തരം ഒരു മൂളലിൽ ഒതുക്കി. എന്നിട്ട് ഇത്തിരി അകന്നു മാറി ചുവരിലേക്ക് ചാരി നിൽക്കുന്ന ആ പാവം പെൺകുട്ടിയെ ദയനീയമായി നോക്കി. എന്തുകൊണ്ടോ വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും അവളോട് തോന്നിപ്പോയി ചെക്കന്. ഒരു പാവം പെൺകുട്ടി, ഉറ്റവരും ഉടയരും ഇല്ലാത്ത ഒരനാഥ. ചുറ്റും ബന്ധുക്കൾ ഉണ്ടായിരുന്നിട്ടും അനാഥത്തിൻ്റെ കയ്പുനീര് കുടിച്ചവൾ ഉണ്ണാനും ഉടുക്കാനും വകയില്ലാതെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലൂടെ അടിമപ്പണി സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നിട്ട് ആ പാവത്തിനെ ജീവിക്കാൻ വെറുതെ വിടാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വന്നിരിക്കുന്നു. സഹറിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ മനസ്സിലേക്ക് വന്നതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിൽ പക നിറഞ്ഞു. വന്നവരെ മുച്ചൂടും ചെയ്യാനുള്ള ദേഷ്യം. പക്ഷേ അതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വീണ്ടും സഹറിനെ തേടി അവൻ്റെ കണ്ണുകൾ പാഞ്ഞു. എങ്ങനെ ഇത്രയും നാൾ ഇവളിതൊക്കെ അനുഭവിച്ച് ജീവിച്ചു? അതോർത്തപ്പോൾ മാത്രം അവനൊരു ഞെട്ടൽ തോന്നിപ്പോയി. അതിലും കൂടുതൽ അവനെ അമ്പരപ്പിച്ചത് സഹറിൻ്റെ അരികിലായി നിന്ന് അവളുടെ വിരലുകളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പങ്കുവിൻ്റെ കൈകളായിരുന്നു. അപ്പുറത്ത് പെണ്ണിനെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ചുമ്മു. മാധവ് ഒരു നിമിഷം ചിന്തയിലായി. പിന്നീട് എന്തോ തീരുമാനമെടുത്തതുപോലെ സെറ്റിയിലായി ഒന്ന് ഇളകിയിരുന്നു. സഹർ. മാധവിൻ്റെ ഗംഭീരതയോടെയുള്ള വിളി അവളെ തേടിയെത്തി. സർ. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നവളെ പോലെ അവൾ അവൻ്റെ വിളി കേട്ടു. എടുക്കാനുള്ളതൊക്കെ എടുത്തിവിടുന്ന് ഇറങ്ങ്. മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. സർ, ഞാൻ എങ്ങോട്ട്? അത്രയും നേരം കരഞ്ഞു പറഞ്ഞതുകൊണ്ടാവാം സഹറിൻ്റെ ഒച്ച പതറിയത്. ഇവിടുന്ന് ഇറങ്ങാതെ പറ്റില്ലല്ലോ, വേഗം വരാൻ നോക്ക്. ചെക്കൻ അവൾക്കരികിലേക്ക് ചെന്നു. ചെല്ല്, കണ്ണേട്ടൻ പറയുന്ന കേട്ടില്ലേ? ചുമ്മാ അവളെ നിർബന്ധിച്ചതും മനസ്സിലാ മനസ്സോടെ പെണ്ണ് മുകളിലേക്കുള്ള പടികൾ കയറി. എങ്ങോട്ടേക്കാ കണ്ണേട്ടാ? അടുത്തു നിൽക്കുന്ന പങ്കുവിനെ ഒന്ന് പാളി നോക്കിയിട്ട് ചുമ്മാ ഒട്ടൊരാശങ്കയോടെ തിരക്കി. ഒരിക്കലും സഹറിനെ അവൻ വഴിയിൽ ഉപേക്ഷിച്ച് പോകില്ല എന്നൊരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു താനും. പറയാം. അത്രയും മാത്രം മറുപടി നൽകിയിട്ട് ചെക്കൻ ഇത്തിരി മാറി നിന്നുകൊണ്ട് ആരൊക്കെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് കണ്ടു. എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാധവനെ ഒന്ന് പാളി നോക്കിയിട്ട് പങ്കു പെട്ടെന്ന് രാജനോട് ചോദിച്ചു. ഇല്ല മോനെ, ആ കുട്ടി എന്തെങ്കിലും കൃത്യമായിട്ട് തരുന്നുണ്ട്. അയാൾ തലകുലുക്കി. കുറച്ച് സമയത്തിന് ശേഷം മാധവിൻ്റെ പ്രൈവറ്റ് വെഹിക്കിൾ മേലിടത്ത് നിന്ന് അവൻ്റെ നിർദ്ദേശമനുസരിച്ച് PGയുടെ മുൻപിലേക്ക് വന്ന് നിന്നിരുന്നു. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വന്നേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. കൂടെ വന്ന സബോർഡിനേറ്റിന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവൻ അവരെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. കയറിക്കോ. സ്വന്തം ബാഗുമായി വന്ന സഹറിന് പിന്നിലുള്ള ഡോർ തുറന്നു കൊടുത്തിട്ട് മാധവ് ആവശ്യപ്പെട്ടു. അവൾ കാറിലേക്ക് കയറിയിരുന്നതും ചുമ്മുവിനോട് അകത്തേക്ക് കയറിയിരിക്കാൻ അവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. നീ വണ്ടിയെടുത്തോണ്ട് പുറകെ വാ. അരികിലായി നിൽക്കുന്ന അരികിന് അനിയന് നിർദ്ദേശങ്ങൾ നൽകിയിട്ട് മാധവ് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ചുമ്മുവിൽ നിന്നും ബുള്ളറ്റിൻ്റെ താക്കോലും വാങ്ങി അവൻ അപ്പോൾ തന്നെ വണ്ടിക്കരിയിലേക്ക് നടന്നു. മാധവിൻ്റെ വണ്ടി ഗേറ്റും കടന്ന് പുറത്തേക്ക് വന്നതും അതിനു പിന്നാലെ അവൻ വണ്ടി ഓടിച്ചു. ഒട്ടൊരാദിയോടെ.